ഇന്നത്തെ മാർക്കറ്റ് സെഷൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എക്സ്ട്രീം വോളറ്റാലിറ്റി. നിഫ്റ്റിയെയും സെൻസെക്സിനെയും മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ഡേ ഡിക്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ട്രേഡ് വാർ ത്രെഡ്സ് റേസ് ചെയ്തതും യൂറോപ്സിനോട് താരിഫ് ഇമ്പോസ് ചെയ്യുമെന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതോടൊപ്പം തന്നെ ഹെവി FII സെല്ലിംഗ്, ഇതെല്ലാം ചേർന്നാണ് മാർക്കറ്റിനെ ഇന്ന് പ്രഷർ ചെയ്തത്. ഇന്നത്തെ ഇൻട്രാഡേയിൽ നിഫ്റ്റി 25,000 താഴെ വരെ പോയ മൊമെന്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാർക്കറ്റിന്റെ ഒരു പാനിക് ക്ലിയർലി കാണിച്ചു തരികയുണ്ടായിരുന്നു. ഇന്ത്യ വിക്സ് 10% ജമ്പ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് ഫിയർ എത്ര കൂടുതലാണ് എന്ന് കാണിച്ചു തന്നു. ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഒരു ഷാർപ്പ് റിക്കവറി ഉണ്ടായി. നിഫ്റ്റി ഓൾമോസ്റ്റ് 150 മുതൽ 300 പോയിന്റ് വരെ ബൗൺസ് ചെയ്ത് മുമ്പോട്ട് വന്നു. എന്നാലും ICICI ബാങ്ക്, L&T, കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്സ്, ഇതിന്റെയൊക്കെ പ്രഷർ തുടരുന്നതിനാൽ അപ്സൈഡ് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 25,157, ബാങ്ക് നിഫ്റ്റി 58,000, സെൻസെക്സ് 81,909. സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, IT, റിയാലിറ്റി സെക്ടേഴ്സിന് ഒരു ഹെവി സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഡിഫെൻസീവ് ബൈയിങ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഓവറോൾ സെന്റിമെന്റ് ക്ലിയർലി റിസ്ക് ഓഫ് മോഡാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് വൻതോതിലുള്ള വിൽപ്പനയെ തുടർന്ന് 9 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള നഷ്ടം തുടരുന്നു. ഓഹരി വില 25% ഇടിഞ്ഞ് 19 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. പെർസിസ്റ്റന്റ് സിസ്റ്റം മൂന്നാം പാദ അറ്റാദായത്തിൽ വർധനമുണ്ടായിട്ടും ഓഹരികൾ 4% ഇടിഞ്ഞു. മൂന്നാം പാദ ഫലങ്ങൾക്ക് ശേഷം ഉയർന്ന മൂല്യനിർണയ ആശങ്കകൾ മാർക്കറ്റ് വിശകലന വിദഗ്ധർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ബിഗ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്ത്യക്കായിട്ട് ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ മേഖലകളിലായിട്ട് 6 ലക്ഷം കോടിയുടെ വമ്പൻ നിക്ഷേപത്തിനുള്ള ബ്ലൂ പ്രിന്റ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50-ല് എത്തർണൽ ലിമിറ്റഡ് ഏതാണ്ട് 5.7% മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ, ഇൻഡിഗോ നല്ല മുന്നേറ്റം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത്, ഹിൻഡാൽകോ, അൾട്രാടെക് സിമെന്റ് ഇവയൊക്കെ മുന്നേറ്റം കാണിച്ചു. അതുപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, ട്രെൻഡ്, അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ, ആക്സിസ് ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ് ഇവയെല്ലാം ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് കാഴ്ചവെച്ചത്. മാർക്കറ്റിന്റെ ഒരു കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ക്ലിയർലി പറഞ്ഞു തന്ന ഒരു മെസ്സേജ് ഇതാണ്: ഫിയർ വളരെ ഹൈ ആണ്, അതുപോലെ തന്നെ വോളറ്റാലിറ്റി ഹൈ ആണ്. സ്മാർട്ട് മണി ഒരു കൺഫ്യൂഷനിലാണ് അല്ലെങ്കിൽ കോഷനിലാണ്. ഇത് ട്രേഡിംഗ് മാർക്കറ്റ് അല്ല, ഇത് ഡിസിപ്ലിൻ ടെസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിന്റെ ഒരു സ്റ്റൈല് തന്നെയാണ്. മാർക്കറ്റ് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് ഇമോഷണൽ ഡിസിഷൻസ് അവോയ്ഡ് ചെയ്യുക. മാർക്കറ്റ് മന്ത്രിക്കുന്നത് കേൾക്കാൻ പഠിക്കുന്നവർക്കാണ് നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നത്. നാളത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.